ഇതോ അറിയില്ല ബിരിയാണി ചലഞ്ച് കേട്ടില്ലല്ലോ. ഇത് ബിരിയാണി ചലഞ്ചാണ്. ഇത് ഇന്നത്തെ ദിവസം ആഗസ്റ്റ് 15 പെരുവള്ളൂർ പഞ്ചായത്ത് ഏകദേശം മിക്കവാറും 95% വീടുകളൊന്നും ബിരിയാണി ആക്കാനും അതെന്താണെന്ന് എനിക്കറിയാം. എന്താണെന്ന് ഞാൻ പറഞ്ഞത് അധികമാണ്. ഇന്ന് നമ്മുടെ പെരുവള്ളൂർ പഞ്ചായത്തിൽ നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള ഏകദേശം വീടുകളൊക്കെ ബിരിയാണി ആക്കാനും അത് ബിരിയാണി ചലഞ്ചാണ് ആഗസ്റ്റ് 15 അത് എന്താ പറയുക പാവപ്പെട്ട രോഗികൾക്കുള്ള അതെന്താ ഞാൻ പറഞ്ഞത് അധികമാണ്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ പെരുവള്ളൂർ പഞ്ചായത്ത് കാടപ്പടി ഡയാലിസിസ് സെന്റർ കേട്ടോ. സയ്യിദ് പൂക്കോയത്തങ്ങൾ ഡയാലിസിസ് സെന്റർ കാടപ്പടി. ജസ്റ്റ് ഞാൻ അതിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു കേട്ടോ. അവിടെ ഡയാലിസിസ് എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് ശരിക്കൊന്ന് നോക്കാട്ടോ. അല്ലെ, നമുക്ക് ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ. എന്നിരുന്നാലും ഇന്നത്തെ ദിവസം എന്താന്നുള്ള വീഡിയോ മുഴുവനായിട്ട് വന്ന് കാണുക. അപ്പൊ നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ഇതിൽ വേണം. കാര്യങ്ങളൊക്കെ ഇതിൽ അറിയിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് അവിടെ ചെന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ ചെറിയ തിരക്കിലാട്ടോ. ഈ തിരക്കും കാരണങ്ങളൊക്കെ എന്താന്നുള്ള വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഫുള്ള് കാണും. അസ്സലാമു അലൈക്കും. നാളെ ഈ സൈഡിന്റെ ഇതിൽ ബിരിയാണി ചലഞ്ച് ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അത് ചലഞ്ചിൽ ബിരിയാണി എവിടെയൊക്കെ എത്ര കേന്ദ്രങ്ങളായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്? ഞങ്ങൾ 10ഓളം കേന്ദ്രങ്ങളിലാണ് പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അത് ഒന്ന് സോഫിയ ലോഞ്ചിൽ, അതേപോലെ CP ഓഡിറ്റോറിയത്തിൽ, ഒലിവ് ഓഡിറ്റോറിയത്തിൽ, എയർപോർട്ട് ഗാർഡനിൽ, അതുപോലെ തന്നെ ഒരു സെന്റർ പാലപ്പെട്ടിയിലുണ്ട്, ഒരു സെന്റർ നടുക്കരയിലുണ്ട്, മേങ്ങോളിമാടുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ നീരോൽപ്പാലത്തുണ്ട്. ഇങ്ങനെയായിട്ട് 10ഓളം സെന്ററുകളിലായിട്ടാണ് ഞങ്ങൾ എത്രത്തോളം കിറ്റുകൾ? ഏകദേശം ഒരു 55,000-ലേറെ പാക്കറ്റുകൾ ഉണ്ടാവും. ഇതിപ്പോ എത്രാമത്തെ വർഷമാണ്? ഇപ്പൊ ഇത് 5ാമത്തെ വർഷമാണ്. എത്രത്തോളം ഇപ്പൊ ആളുകൾ ഇപ്പൊ ഒരു ദിവസം എത്ര ടൈമിംഗ് ആയിട്ടാ അങ്ങനെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഉള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ടീമിന് തന്നെ അത്രയും ടൈം ഉണ്ടാവും. ബാച്ച് അത് പിന്നെ 4 മണിക്കൂറാണ്. 4 മണിക്കൂർ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് എത്ര ബാച്ചുകൾ ഇപ്പോൾ ഒരു ദിവസം? 2-3 ബാച്ചുകൾ രണ്ടായിട്ടാണ്. 2 ബാച്ചുകളായിട്ട് വരുന്നത്. ഒരേ സമയത്ത് എത്ര മെഷീനറി? 9 മെഷീനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ ഉൾഭാഗമാണ്. ഇതില് ഇപ്പൊ അതിൽ പറഞ്ഞ പോലെ 9 മെഷീനറിയാണ് ഇവിടെ ഇപ്പൊ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അത് 2 ബാച്ചുകളായിട്ടാണ്. രാവിലെ ഒരു ബാച്ച് വന്ന് 9 പേര് ഡയാലിസിസ് 4 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞ് അടുത്ത് 2ാം ബാച്ച് തുടങ്ങി. അങ്ങനെ ടോട്ടൽ ഒരു ദിവസം 18 പേര് ഡയാലിസിസ് ചെയ്ത് പോകുന്നുണ്ട്. തികച്ചും പൂർണ്ണമായി ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഒരുപാട് ചെലവുകളും കാര്യങ്ങളൊക്കെ. അതിപ്പോ ഇവിടെ നമുക്കറിയാം ആഗസ്റ്റ് 15 ഇന്ന് ഇവിടെ ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. നമുക്കറിയാം ഈ പെരുവള്ളൂർ പഞ്ചായത്തും അതിന്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകൾ യുവാക്കള് ഒത്തൊരുമിച്ചിട്ട് രാഷ്ട്രീയ ജാതി മതമോ ഒന്നും ഇല്ലാതെ ബിരിയാണി ചലഞ്ച് നമുക്കറിയാം ഒരു 55,000-ൽ പരം ബിരിയാണി ചലഞ്ച് പാക്കറ്റിങ്ങാണ് ഈ 10 കേന്ദ്രങ്ങളിലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഡയാലിസിസ് സെന്ററുമായി സഹായിക്കാനൊക്കെ മനസ്സുള്ളവരുണ്ടെങ്കിൽ ഇതിന്റെ താഴെ നമ്പർ, ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ ഗൂഗിൾ പേയിൽ പൈസ അയക്കാം, സഹായിക്കാം. മറ്റുള്ള കേന്ദ്രങ്ങളൊക്കെ ഇന്ന് ബിരിയാണി ചലഞ്ചിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഡയാലിസിസ് അപേക്ഷിച്ചുകൊണ്ട് 250-ൽ കൂടുതൽ അപേക്ഷകൾ ഇനിയും വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.